ഇപ്പോ പ്രാക്ടീസിംഗ് നമ്മൾ നടനുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ജനിക്കുന്നതിന് എത്രയോ മുമ്പ്. അദ്ദേഹത്തെ ഇപ്പോഴും നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് പോലെ യൂട്യൂബിൽ നോക്കിയാൽ കാണുന്നു. അദ്ദേഹം അഭിനയിക്കുന്നു. നടനല്ല, അതിന് 8 തലമുറയായിട്ട് അങ്ങനെ പോകും. കലാകാരന്മാർക്ക് അങ്ങനെയാണ്, ആ എഴുത്തുകാരും അങ്ങനെയാണ്. ബഷീർ 80 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസായ ബാല്യകാല സഖി എഴുതുന്നത്. 80 വർഷം മുമ്പ്. ഇപ്പോഴും നമ്മളത് അതിന്റെ വേഷങ്ങളാണ് ഇവിടെ വന്നത്. സുഹറായും മജീദും ഒക്കെ ഇപ്പൊ വേഷത്തിന്റെ വലുതാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഓർക്കപ്പെടുന്നത്? അദ്ദേഹം മരിച്ചിട്ടുണ്ടോ? ബഷീർ മരിച്ചു എന്ന് ഭൗതികമായി അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. പക്ഷേ മനുഷ്യരുടെ മനസ്സിൽ, ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. നമ്മൾ വിളിക്കുന്നത് ബേപ്പൂർ സുൽത്താൻ. അതൊക്കെ കഥയാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ഇതില് എഴുത്തിലും ജീവിതത്തിലും ഒരുപോലെ നന്മ പ്രസരിപ്പിച്ച ഞാൻ കണ്ട കളകായി കുറച്ചു കാലം മുമ്പ് ജീവിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ധൈര്യമായി പറയുന്നത്. അത് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ബഷീറിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ബഷീറുമായി പിന്നെയും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയും, പിന്നെ ബഷീറിനെ പോലെ അല്ലെങ്കിൽ ബഷീറിന്റെ സമകാലികരെ അല്ലെങ്കിൽ ബഷീറിന് ശേഷം വന്ന എഴുത്തുകാരെ ഇവരൊക്കെ ആയിട്ട് സൗഹൃദത്തിലും പരിചയത്തിലൊക്കെ എനിക്കുണ്ട്. അവരിൽ നിന്നൊക്കെ ഞാൻ വ്യത്യസ്തമായി ബഷീറിൽ കണ്ടത് എഴുത്തിലും ജീവിതത്തിലും ഒരുപോലെ നന്മ പ്രസരിപ്പിച്ച ഒരേ ഒരു എഴുത്തുകാരനാണ് ബഷീർ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു മനുഷ്യനെ തന്നെയാണ് ആളുകൾ നെഞ്ചേറ്റുക. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ എന്താണ് നന്മ? ചോദ്യം വരും അല്ലേ? അല്ലെങ്കിൽ എന്താണ് നല്ല മനുഷ്യനാവുക? എന്താണ് നല്ല, നമുക്ക് നല്ലത് എന്ന് തോന്നുന്നു. ഇപ്പൊ എന്നെ കുറിച്ച് ഇങ്ങനെ നല്ല അയാൾ കൊള്ളാം, നല്ല നല്ല മനുഷ്യനാണ്. അല്ലെങ്കിൽ സാറിനെ കുറിച്ച് അല്ലേ, സാറിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് നല്ലത്? ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, ഒറ്റയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ആ സാറിന് പോലെ ഉറപ്പായിട്ടും. അത് എല്ലാ അധ്യാപകരും, ഞാൻ പഠിക്കുന്ന കാലത്ത് പ്രിൻസിപ്പാളിനെ കുട്ടികൾക്ക് അധ്യാപകരൊന്നും നമുക്ക് ഇഷ്ടാവില്ല. എന്താ കാര്യം? നമ്മളെ കോപ്രാത്തരത്തിന് അവര് വശംവരാവില്ല. അപ്പോ ലീവ് ചോദിക്കുക, വെറുതെ ക്ലാസ്സിൽ വെറുതെ കലഹങ്ങൾ ഉണ്ടാക്കുക. അപ്പൊക്കെ നിങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടായിരിക്കും നിങ്ങളെ വാഴ്ചയും നിങ്ങളെ രക്ഷിതാക്കളെ വിളിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നല്ല മനുഷ്യൻ എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ കട്ടെടുത്ത ഒരു സാധനം പോലീസുകാരെ വിളിക്കുമ്പോ പോലീസുകാരെ നീ കട്ടെടുത്ത് നന്നായി കിടാന്ന് നിങ്ങൾ അഭിനന്ദിക്കുമോ? ഇല്ല. അപ്പൊ പോലീസുകാരൻ തക്കും. പോലീസുകാരൻ അടിക്കുമ്പോ ചോദ്യം ചെയ്യുമ്പോ നിങ്ങൾ വൃത്തികെട്ടവനാണ് അല്ലേ? അപ്പൊ ഇതാണ് നന്മ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു സംഭവം. അപ്പോ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു പറയുകയാണെങ്കിൽ ഒരു പ്രവാചകന്റെ ഒരു വാക്യം, നന്മ എന്താണെന്ന് വെച്ചാൽ തന്നെയാണ് ബഷീർ പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നന്മ എന്ന് പറയുന്നില്ല. നിങ്ങൾ ആ കാലഘട്ടത്തിലൊക്കെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ, ഇപ്പൊ വഴിയിലൂടെ കൊണ്ടുകൂടിയാണ്, അതൊക്കെ ഒരു സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പോ വഴിയിൽ എന്തെങ്കിലും മുള്ളോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അത് മാറ്റി ആ വഴി സുഗമമാക്കുക. എന്തിനാണ് സുഗമമാക്കുന്നത്? നിങ്ങളുടെ യാത്രക്കല്ല, നിങ്ങളുടെ പുറകെ വരുന്ന ശംശീറും മറിച്ചോരും വരുന്നവർക്ക് തട്ടി വീഴാതിരിക്കാൻ വേണ്ടി. അതൊക്കെ ചിലപ്പോൾ വല്ല ദിവാസ്വപ്നത്തിലൂടെ വരികയാണെങ്കിൽ ഈ കല്ലിലോ മുള്ളിലോ ചോക്കി പോകും. അതൊരു നന്മ. അപ്പൊ ഇപ്പോ ഉദാഹരണത്തിന് ഇനിയിപ്പോ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങളുടെ രക്ഷിതാവ് ആദ്യമായിട്ടായിരിക്കും മൊബൈൽ എത്ര കിട്ടിയാൽ അത് യൂസ് ചെയ്യാൻ അറിയില്ല. ചില എന്തെങ്കിലും ഒരു കൊടുത്ത് ടച്ച് ചെയ്തപ്പോൾ എഴുതിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ സ്കൂളിൽ ഒരുപാട് കാത്തിരിക്കും. നിങ്ങളോട് പറയും മൊബൈൽ തുടരുന്നു അല്ലേ? നിങ്ങളോട് പറയാൻ തുടങ്ങി എന്താ പഠിക്കുന്നൊക്കെ പറയും. എന്നിട്ട് കേട് വന്നാലോ ഞാനൊരു പേര് പറയാം, കുഞ്ഞാത്തോ, ഇതൊന്നും തിരിച്ചുകൊണ്ടാണ്. നിങ്ങളൊന്നും പേര് കുഞ്ഞാത്തോ ഉണ്ടാവില്ല. അതിന് ഉദാഹരണം, കാരണം അഥവാ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു പേരുകാരോ പേര് കാരണം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമാവെന്ന് വിചാരിച്ച് അപ്പൊ കുട്ടിയെ ഇതൊന്ന് ശരിയാക്കി കൊണ്ടുവരണം. നിങ്ങൾ അത് നോക്കിയിട്ട് ഇവിടെ ശരി എന്തിന്റെ ഇവിടെ ചെയ്ത് കാട്ടിയും അല്ലേ? അതൊന്ന് കാട്ടാണെന്നല്ല ആളുകൾ. അപ്പൊ അതിന്റെ ജ്ഞാനം, അപ്പൊ അതൊരു നന്മയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഉമ്മാക്കായാലും നിങ്ങളുടെ സുഹൃത്തിനായാലും നാട്ടുകാർക്കായാലും അത് ചെയ്യാം. അപ്പോ ഇതൊക്കെയാണ് നന്മ.